ഇത്തവണ +1 അലോട്ട്മെന്റ് അപേക്ഷിച്ച കുട്ടികൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളും ട്രയൽ അലോട്ട്മെന്റിന് ശേഷം പല തെറ്റുകളും തിരുത്തലൊക്കെ വരുത്തിയിരുന്നു. അവർ പലരും ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മറന്നുപോയ ആളുകളാണ്. എന്നാൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേ വേണ്ട. എന്താണ്, നിങ്ങൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളെല്ലാവരെയും ഇത്തവണ ഇത്തവണ അലോട്ട്മെന്റ് പരിഗണിക്കുമെന്നാണ് നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് പറഞ്ഞത്. എന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി വളരെ ശ്രദ്ധയോടുകൂടി കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞു, ഇനി നിങ്ങൾ തെറ്റുകളൊന്നും വരുത്തിക്കരുത്. എനിക്കാവൂല, ഇനി പറയാൻ വയ്യ. ഞാൻ ഏറ്റവും കൂടുതൽ ഈ വർഷം എന്താണ് നിങ്ങളുടെ മെസ്സേജ്, എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നു, ഞാൻ ഏറ്റവും കൂടുതൽ റിപ്ലൈ കൊടുത്ത കാര്യം ഫൈനൽ സബ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യം. നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് വന്നു, ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ട്രയൽ അലോട്ട്മെന്റ് വന്നു, അതിനുശേഷം നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്തു, ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ചെക്ക് ചെയ്തു, ട്രയൽ റിസൾട്ട് നിങ്ങൾ നോക്കി, താഴെ എഡിറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തു. എഡിറ്റ് അപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വരുത്തി. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ പേര് മിസ്റ്റേക്ക് സംഭവിച്ചു, നിങ്ങളുടെ സ്കൂളിൻ്റെ അത് എന്തൊക്കെയോ തെറ്റുകളുണ്ട്. ചിലപ്പോൾ ക്ലബ്ബ് ആഡ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും, ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും. ഈ എഡിറ്റൊക്കെ നിങ്ങൾ വരുത്തി, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ മറന്നുപോയി? ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ മറന്നുപോയ ആളുകളെ കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നില്ല, അലോട്ട്മെന്റ് പരിഗണിച്ചിരുന്നില്ല വിദ്യാർത്ഥികളെ. എന്നാൽ ഈ വർഷം ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കാരണം പലർക്കും ഇത് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവരെല്ലാവരെയും അലോട്ട്മെന്റ് ആദ്യം മുതൽ രജിസ്റ്റർ ചെയ്ത എല്ലാവരെയും അലോട്ട്മെന്റിന് പരിഗണിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആരും പുറത്താകില്ല. പണ്ട് പുറത്താകുന്ന പരിപാടി ഉണ്ടായിരുന്നു, ഇതിൽ ഫൈനൽ സബ്മിഷൻ കൊടുക്കാത്ത. അപ്പോൾ പുറത്താകുന്ന പരിപാടിയില്ല. ഇനി അടുത്ത പരിപാടി ഇത് എങ്ങനെയാണ് നമുക്ക് ഇനി ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ളതിന് ഒരു ക്ലാരിഫിക്കേഷൻ വരാണ്ട്. ചിലപ്പോൾ ഒന്നുകൂടി എന്ത് ചെയ്യും, നമ്മളെ സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും, അവിടെ എഡിറ്റ് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഏറ്റവും അവസാനം നിങ്ങളുടെ പേര് ഡിക്ലെയർ ചെയ്യുന്നു, ഫൈനൽ സബ്മിഷൻ കൊടുക്കാം. ഈ രീതിയിലാവാനാണ് സാധ്യത. എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട, ഒരാൾ പോലും ടെൻഷൻ അടിക്കേണ്ട. എന്തിന്റെ കാര്യത്തില നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ് പുറത്താകും എന്ന ഭയം ആർക്കും വേണ്ട. റെഡി? അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് നിങ്ങളെ എഡ്യൂക്കേറ്റഡ് പരമായിട്ടുള്ള നിങ്ങളുടെ എഡ്യൂക്കേഷൻ ന്യൂസസ് പ്ലസ് നിങ്ങളുടെ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ആൻഡ് എഡ്യൂക്കേറ്റഡ് ഓൾ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യേണ്ടി മറക്കണ്ട. ആൻഡ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ കൊടുക്കുക. ഇനിയും +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് തീരാ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനാണ് താഴെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കമന്റ് ബോക്സ്. ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന കമന്റ് ബോക്സിലേക്ക് നിങ്ങളെ സംശയങ്ങൾ ഇങ്ങനെ തുരതുരയായി കമന്റ് ചെയ്തോളൂ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയൊരു തലവേദന മാറി എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു. ഒരു സന്തോഷ വാർത്ത, ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. സോ ആരും പേടിക്കേണ്ട. അല്ലെങ്കിൽ എന്താ, നമ്മൾ ശരിക്കും ശിവൻകുട്ടിക്ക് നമുക്കൊരു ലൈക്ക് കൊടുക്കേണ്ട സമയം അല്ലേ? അപ്പോൾ ശിവൻകുട്ടിക്ക് ലൈക്ക് എന്ത് ചെയ്യുക, എൻ്റെ ഈ വീഡിയോക്ക് തരിക, നേരെ വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേഗം ഒന്ന് ഷെയർ ചെയ്തു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ബൈ.